ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാനമന്ത്രിയുടെ 5 സംസ്ഥാനങ്ങളിലെ ത്രിദിന പര്യടനം തുടരുന്നു. നാളെ കൊൽക്കത്തയിൽ 15,400 കോടി രൂപയുടെ വിവിധ മെട്രോ റെയിൽ കണക്ടിവിറ്റി പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വെള്ളത്തിനടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യത്തെ മെട്രോ റെയിൽ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊൽക്കത്തയിൽ ഉദ്ഘാടനം ചെയ്യും. കിഴക്കു പടിഞ്ഞാറ് തീരത്തുള്ള കൊൽക്കത്ത ഹൌറ നഗരങ്ങളെ വേർതിരിക്കുന്ന ഹൂഗ്ലി നദിക്കു താഴെ നിർമ്മിച്ച തുരങ്കത്തിലൂടെയാണ് മെട്രോ റെയിൽ കടന്നുപോവുക. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. രാവിലെ 10 മണിക്ക് കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായി പ്രധാനമന്ത്രി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യും. തറക്കല്ലിടുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2014 മുൻപ് ശിലാസ്ഥാപനത്തിന് ശേഷം അപൂർണ്ണമായി ഉപേക്ഷിച്ച പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിലെ ചന്ദിഖോലിൽ 20,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആയുഷ് മേഖലയെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ്. കേരളത്തിന് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കും. ആയുഷ് മേഖലയുടെ വികസനത്തിനായി 532 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങൾക്കുള്ള NABH സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയായിരുന്നു ആരോഗ്യമന്ത്രി. കോഴിക്കോട് കക്കയത്ത് കൃഷിയിടത്തിൽ വച്ച് കാട്ടുപോത്ത് ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികൻ മരിച്ചു. പാലാട്ടിൽ എബ്രഹാമാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് ഇയാൾക്ക് നേരെ കാട്ടുപോത്ത് ആക്രമണമുണ്ടായത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. വിധാൻ സൌധയിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വർ. മുദ്രാവാക്യം വിളിച്ചതായി ഫോറൻസിക് സയൻസ് റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം 27-ന് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി സയ്യിദ് നസീർ ഹുസൈന്റെ വിജയാഘോഷത്തിനിടയിലാണ് വിധാൻ സൌധയിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയത്. കോഴിക്കോട് ബേപ്പൂരിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പിടിച്ചെടുത്തു. ബേപ്പൂരിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ അഹദ് എന്ന മത്സ്യബന്ധന ബോട്ടാണ് പിടിച്ചെടുത്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ കടകൾ അടച്ചിട്ട് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 91 ദിവസ കാലാവധിയിൽ ഈ മാസം 25 വരെ ട്രഷറിയിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് 7.5% പലിശ നിശ്ചയിച്ചതായി ട്രഷറി ഡയറക്ടർ അറിയിച്ചു. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ഡയറക്ടറേറ്റിന് കീഴിൽ 2 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ STPI ഇൻക്യുബേഷൻ കേന്ദ്രം നേരിട്ടും കൊച്ചി കിൻഫ്ര ഹൈടെക് പാർക്കിലെ STPI കേന്ദ്രം ഓൺലൈനായും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒറ്റ ക്ലിക്കിൽ ഉച്ചഭക്ഷണം അരികിലെത്തുന്ന കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതി മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നവീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ യുവതി മരിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് യുവതി മരിച്ചത്. ഇന്നലെ രാത്രിയാണ് യുവതിയെ പൌടിക്കോണം സ്വദേശി ആക്രമിച്ചത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കശാപ്പുശാലയ്ക്കെതിരെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സത്വര നടപടി സ്വീകരിച്ച് സ്വൈരജീവിതം ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കുമാരപുരം ചെന്നിലോട് അണമുഖം വാർഡിൽ പ്രവർത്തിക്കുന്ന പൌൾട്രി ഫാമിനെതിരെ ചെന്നിലോട് സ്വദേശി സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ ഉത്തരവ്. പ്രാഗ് അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവലിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ 4ാം സ്ഥാനം നിലനിർത്തി. 6ാം റൌണ്ടിൽ ഉസ്ബെക്കിസ്ഥാന്റെ നോർത്തിബേക് അബ്ദുസത്താരോവിനെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ 4ാം സ്ഥാനം നിലനിർത്തിയത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ മണിപ്പൂർ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇറ്റാനഗറിൽ നടന്ന ക്വാർട്ടർ മത്സരത്തിൽ 1-നെതിരെ 7 ഗോളുകൾക്ക് അസമിനെ തകർത്താണ് സെമിയിലെത്തിയത്. ഗോവയാണ് സെമിയിലെ എതിരാളികൾ. അവസാന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കേരളം മിസോറാമിനെ നേരിടുകയാണ്. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.